അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ? പെർസിസ്റ്റൻസ് അല്ലെ. അതായത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ വന്നു, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ വന്നു അല്ലെ, ഇനിയിപ്പോ ഏത് ജോലി ആയിക്കോട്ടെ അതില് നിലനിൽക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കാരണം ഫിജിക്കാർഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫ്യൂച്ചർ ബിസിനസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ തന്നെ നമ്മൾക്ക് ലക്ഷങ്ങൾ വേണം അല്ലെങ്കിൽ കോടികൾ വേണം എന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം എന്താണ്, ഇത് നമ്മളൊരു ഫ്യൂച്ചർ ബേസ്ഡ് ബിസിനസ് ആണ്. അതായത് പതുക്കെ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് കുറേ നെഗറ്റീവ്സും കാര്യങ്ങളും വരില്ലേ, കുറെ ഇത് ചെയ്യണ്ട എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ തരണം ചെയ്യാൻ എന്താണ്, നമുക്ക് ഇവിടെ എന്ത് അവൈലബിൾ ആണ്, ട്രെയിനിങ് സെക്ഷൻസ് അവൈലബിൾ ആണല്ലേ. അപ്പൊ അതുവരെ നമ്മൾ ഇവിടെ നിലനിൽക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത്യാവശ്യം നമ്മൾ സെയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം നമുക്ക് വേണം അല്ലെ. അപ്പൊ ആ ടൈം നമ്മൾ കണ്ടെത്തുന്നവരെ എന്താണ്, ഇവിടെ നിലനിൽക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് പരിശ്രമിക്കണം എന്നാണ്. അപ്പോൾ നിലനിൽപ്പാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൺസെപ്റ്റിൽ വിജയിക്കണം ഉണ്ടെങ്കിൽ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നിലനിന്ന് ആ ഒരു ബിസിനസ്സിനെ പഠിക്കാനും അതിൽ വിജയിക്കാനും കൂടെ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ടാണ് ലേൺ ഫ്രം മിസ്റ്റേക്ക് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു SR ആയിരിക്കും എന്താണ്, നമ്മുടെ കൈകളിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും അല്ലെ. ഇപ്പൊ കോൾ ചെയ്ത ഉടനെ എന്ത് പറയും നമ്മള്, ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, നീയും പോന്നോളൂ, ഇത്രയും രൂപ തന്നാ മതി അല്ലെങ്കിൽ ഇത്രയും രൂപ മുടക്കിയാൽ മതി എന്നൊക്കെ നമ്മൾ എന്താണ് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും. അപ്പൊ എന്തുകൊണ്ടാണ് അത്, നമുക്ക് ട്രെയിനിങ്ങുകളുടെ അഭാവം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു SR ആയിരിക്കെ എന്താണ് പല പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഇത്രയും രൂപ കൊടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണം. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ഒരിക്കലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നവരല്ല നമ്മൾ ഓരോരുത്തരും അല്ലെ. നമ്മൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്, ഒരു ബിസിനസ് ചെയ്യാനാണ് അല്ലെ. നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെ, ഫൈനാൻഷ്യലി നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തെറ്റുകൾ എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ അല്ലെ, കിട്ടുന്ന ട്രെയിനിങ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യാം. മാം എന്തുകൊണ്ടാണ് എനിക്ക് സെയിൽ വരാത്തത് അല്ലെ. അപ്പൊ ഞാൻ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്ത് ചെയ്യാം, ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് ഞാൻ അത് എങ്ങനെയാണ് പറയേണ്ടത് അല്ലെ, ഏത് വിധത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാവോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അപ്പൊ ലീഡേഴ്സിനെ വിളിക്കാത്ത ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരിൽ നിന്നും, ഇപ്പൊ ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് എന്താണ്, എൻ്റെ ലീഡേഴ്സിന് എങ്ങനെയാണ് വിജയിച്ചത്, ഒരു ദിവസം എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, ഞാൻ സംസാരിക്കുന്നത് വിധം എങ്ങനെയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, എന്നാലാണ് നമ്മുടെ തെറ്റുകൾ അല്ലെ, കാരണം ഒരു ദിവസം മുന്നെങ്കിലും നമ്മുടെ മുന്നേ അവർ ജോയിൻ ചെയ്തവരാണ് അല്ലെ, അവർക്ക് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിച്ചാൽ അവിടെ സെയിൽ വളരെ വേഗത്തിൽ എന്താണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ലേൺ ഫ്രം മിസ്റ്റേക്സ്. ഓക്കെ, ഓരോ SRകളും അത് മനസ്സിലാക്കുക. അടുത്താണ് സ്റ്റേ ഫോക്കസ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ വന്നത് അല്ലെ എന്തിനാണ്, നമ്മൾ ഫിജിക്കാർഡ് ചൂസ് ചെയ്തു അല്ലെ, നിലവിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യണം, ഈ ഒരു കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, ആ നിലവിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെ, അതിന് ഫോക്കസ് ആയിട്ട് ശ്രദ്ധാകുലരായിട്ട് ഇരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം അല്ലെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെ, അല്ലെങ്കിൽ വിജയിച്ച വ്യക്തികളുടെ ഓരോ എന്താ പറയാ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയും കൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സെയിൽ വരാൻ വേണ്ടിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സെയിൽ കൂട്ടാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് മുൻപ് എന്താണ്, നമ്മളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ഫോക്കസ്. അടുത്തതാണ് പേഷ്യൻസ് അല്ലെ. നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിന്റെ
ഏറ്റവും വലിയ കാര്യമാണ് എന്ത് പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്നത്. സത്യമായിട്ടും ക്ഷമയില്ലാത്തവർക്ക് ഒരിക്കലും ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്ക് ഒരു കഥ കേട്ടിട്ടുണ്ട് അല്ലെ, അതായത് ഒരു പാറക്കല്ലിൽ ഒരാൾ കുറേ തവണ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ, പക്ഷെ എന്താണ്, അത് പൊട്ടുന്നില്ല. പക്ഷെ ആ ഒരു പ്രയത്നം അവിടെ അവസാനിച്ചു പോയില്ലേ, മറ്റൊരു വ്യക്തിക്ക് ആ പാറ എന്താണ് വളരെ എളുപ്പത്തിൽ പൊട്ടിക്കാനായിട്ട് സാധിച്ചു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ അവസാനത്തെ അടി വീഴുന്നത് വരെ അല്ലെ, അത് പൊട്ടുന്ന വരെ നമ്മൾ പ്രയത്നിച്ചില്ല. ആ ഒരു അവസാനം വിജയപാതയിൽ എത്തുന്ന ആ ഒരു വഴിക്ക് വെച്ച് അയാൾ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ്. അപ്പൊ ശ്രമിക്കുമ്പോൾ എന്താണ്, വിജയം കാണുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമയോടുകൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ എന്താണ്, ഒരുപാട് നമുക്ക് നെഗറ്റീവ്സ് അല്ലെ കേൾക്കാനുണ്ട്, തള്ളി പറയാൻ ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ ഈ ഒരു കൺസെപ്റ്റിൽ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചവരൊന്നും അല്ല നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവസാനം നിൽക്കുക. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്, മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എന്താണ് എന്നുള്ള തിരിച്ചറിവ് അല്ലെ, അത് നേടിയെടുക്കാനായിട്ട് കുറെ പേർക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ കൺസെപ്റ്റിൽ ജോയിൻ ചെയ്തപ്പോൾ എന്താണ് ഈ ഒരു ബിസിനസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നു. പക്ഷെ ആ ഒരു തിരിച്ചു വരവ് അല്ലെ, തിരിച്ചു വന്നപ്പോൾ എന്താണ്, ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്താണ് അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ക്ഷമയോടുകൂടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിനേക്കാളും ഒക്കെ അല്ലെ വേറെ ഒരു റാങ്കിൽ ഞാൻ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ക്ഷമയോട് കൂടിയിട്ട് നിൽക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ക്ഷമയിലൂടെയാണ് നമുക്ക് ഇവിടെ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ പേഷ്യൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ബിസിനസ്സിൽ. ഓക്കെ, സേവ് ആൻഡ് ദെൻ ഇൻവെസ്റ്റ് അല്ലെ, നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ വന്നു, നമ്മൾ ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, അത്യാവശ്യം എന്തൊക്കെ ചെയ്യാണ്, നമ്മൾ സെയിലും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് നേടിയത് അല്ലെ, ഇപ്പൊ ഫിജിക്കാർഡിൽ ബിസിനസ് വന്നു, നിനക്ക് എത്ര കിട്ടി എന്നൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് കുറച്ച് പൈസകൾ അല്ലെ, അതായത് ഒരു SRA സംബന്ധിച്ച് കുറച്ച് താമസം വേണം അല്ലെ, അവർക്ക് പതുക്കെയാണ് പഠിച്ചെടുത്തിട്ടാണ് അല്ലെ ആ ഒരു എന്താ പറയാ മണി അല്ലെങ്കിൽ ഒരു വരുമാനം നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങാം. പക്ഷെ ഒരു SM ആയിക്കോട്ടെ, ഒരു SD ആയിക്കോട്ടെ, അത്യാവശ്യം ഇൻകം ഒക്കെ കയറിയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് യാതൊരുവിധ മാറ്റങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നോക്കിക്കാണുന്നവർ ഇവർക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് ചിന്തിക്കും അല്ലെ. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, നമുക്ക് വരുമാനം കയറുന്ന സമയത്ത് ചെറിയ രീതിയിൽ അത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മനസ്സിലായി? ഞാൻ തുടക്കത്തിലൊക്കെ ഒരു SC ആവുന്നത് വരെ 1 രൂപ പോലും ഞാൻ സേവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. SC അല്ലാട്ടോ, ഒരു SD സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആവുന്നത് വരെ ഞാൻ ഒന്നും സേവ് ചെയ്തില്ല. കാരണം എനിക്ക് അറിയില്ലായിരുന്നു കിട്ടുന്ന പൈസ എന്ത് ചെയ്യും, ഹൗസ് മീറ്റിങ്ങിന് പോവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി ചെലവാക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നല്ലൊരു സേവിങ്സ് ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് എത്ര രൂപയാണോ കിട്ടുന്നത് അല്ലെ, അതിൽ 80% രൂപയും നിങ്ങൾ എടുത്തോളൂ. പക്ഷെ 20% അവിടെ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ATM ഇല്ലാത്ത, അതായത് ATM കാർഡ് ഇല്ലാത്ത, GPay ഇല്ലാത്ത ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഈ ഒരു ഫിജിക്കാർഡിൽ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ ജോയിൻ ചെയ്ത 90% ആൾക്കാരും കടബാധ്യതകൾ ഉള്ളവരാണ്, അല്ലെങ്കിൽ ലയബിലിറ്റി ഉള്ളവരാണ് അല്ലെ. 10 രൂപ കിട്ടി അത് ഏത് വഴിക്കാണ് പോവുക എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ അതിലൊരു മാറ്റം വരാനായിട്ട് ഇപ്പൊ നമുക്ക് ക്യാഷ് കയറുമ്പോ അല്ലെ 2000 രൂപ കയറിയില്ലേ, അതില് 1500 രൂപയും നിങ്ങൾ ചെലവാക്കിയാൽ ബാക്കി 500 നമ്മളവിടെ നിർബന്ധമായിട്ടും സേവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എങ്കിലാണ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത്ര രൂപയെങ്കിലും അവിടെ മാറ്റി വെക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ നല്ലൊരു ഭാഗം എന്റെ വരുമാനത്തിൽ, അതായത് ഫിജിക്കാർഡിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ നല്ലൊരു ഭാഗം ഞാൻ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്റെ സ്വപ്നങ്ങൾ ഞാൻ വലുതാക്കാനും ഓരോരോ ആഗ്രഹങ്ങൾ അല്ലെ നേടാൻ എനിക്ക് കഴിയുന്നത് എന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ഫീസ് അടയ്ക്കാൻ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. നമുക്കറിയാലോ സ്കൂൾ
തുറക്കുന്ന സമയത്ത് ഒരുപാട് ചെലവുള്ള ഒരു ടൈമാണ് അല്ലേ. ആ സമയത്ത് ആരോടും ചോദിക്കാതെ അവരുടെ ബുക്സ് വാങ്ങിക്കാനും അല്ലെങ്കിൽ യൂണിഫോം വാങ്ങിക്കാനും ഫീസ് അടയ്ക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ അവിടെ സേവ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ശ്രീലക്ഷ്മി മാം ആണ് കേട്ടോ. മാമിന്റെ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സേവിങ്സിൽ നമ്മുടെ മാറ്റങ്ങൾ കണ്ടാൽ തന്നെ അവിടെ സെയിൽസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഈ മാറ്റങ്ങൾ കാണുന്ന സമയത്താണ് നമ്മുടെ എൻക്വയറീസ് അല്ലെ, നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നവര് അവർക്ക് വലിയ ചേഞ്ചസ് ആണ് ഈ ഒരു ബിസിനസ് കൊടുത്തിരിക്കുന്നത്. കാരണം വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ സ്റ്റാറ്റസ് കാണാനായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി കാണാൻ വേണ്ടി മാത്രം കുറേ പേര് ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, ആ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു വെച്ചാൽ നമ്മുടെ സെയിൽസ് തീർച്ചയായിട്ടും ഇരട്ടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് റെസ്പെക്ട് ടൈം അല്ലെ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറേ പേര് അല്ലെ എത്രയോ സമയം പാഴാക്കി കളയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്നും എന്ത് ചെയ്യണം, റെസ്പെക്ട് ടൈം അല്ലെ. നമ്മൾക്ക് കിട്ടിയ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്, ഒരിക്കലും അത് പാഴാക്കി കളയരുത് അല്ലെ. സമയവും പറഞ്ഞു പോയ വാക്കുകളും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സമയവും നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇന്ന ടൈം, ഇപ്പൊ ഞാനൊക്കെ ഈ ഒരു കൺസെപ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഉച്ച വരെയും എന്താണ് നമുക്ക് കിച്ചണിൽ തന്നെ ആയിരിക്കില്ലേ വർക്ക്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ആ ഒരു ഫോളോ അപ്പിന് സമയം കണ്ടെത്തുന്നത്? പക്ഷെ അന്ന് എന്റെ ലീഡർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, ഫുൾ ടൈം ഈ ഒരു വർക്ക് കിച്ചണിൽ തന്നെ നീ ചെയ്തുകൊണ്ടിരുന്നു വെച്ചാൽ ഒരിക്കലും ഇവിടെ വിജയിക്കാനായിട്ട് കഴിയില്ല. ആ ഒരു സമയം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്, വേഗം നമ്മുടെ പണികളൊക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് സാധിക്കും അല്ലെ. അപ്പൊ ഇനി കുറെ പേരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സമയം ഉണ്ടാവും, പക്ഷെ വെറുതെ എന്ത് ചെയ്യും, മൊബൈലില് റീൽസും മറ്റു കാര്യങ്ങളും സ്റ്റോറിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ആ സമയം നമ്മളൊരു 10 കോൾ ചെയ്യാൻ മാറ്റി വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആ ക്യാഷ് വീഴുന്നത് അല്ലെ. ഇത് ആരുടെയൊക്കെയോ റീൽസ് കണ്ട് അവർക്ക് നമ്മൾ ക്യാഷ് ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ നമ്മൾക്ക് ഒരു രൂപ അവിടെ കിട്ടാനില്ല അല്ലെ. അവരാണ് അവിടെ ആരുടെയാണോ റീൽസ് കാണുന്നത് അവർക്കാണ് അവിടെ വരുമാനം പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, നമുക്ക് വേണ്ടിയിട്ട് അല്ലെ ഒരു ടൈം നമ്മൾ ഇതേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റീൽസും മറ്റു കാര്യങ്ങളും ഒന്നും കണ്ടുകൊണ്ടിരിക്കാതെ നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കാനായിട്ട് കഴിയും. അപ്പൊ അത് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ടൈം കണ്ടെത്തിയപ്പോ എന്താണ് അവിടെ വരുമാനവും വരാൻ തുടങ്ങി. അപ്പൊ സമയത്തിന് വലിയ വിലയാണ് നമുക്ക് ഈ ഒരു ജോലിയിൽ ഉള്ളത്. ഓക്കെ, അടുത്തതാണ് ടോക്ക് ലെസ് ലിസൺ മോർ അല്ലെ. ഒരു വ്യക്തി ഒരു എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ കുറേ പേരുണ്ട് കേട്ടോ, 1 മണിക്കൂറോളം ഒക്കെ സംസാരിക്കും. അത് വലിയ തെറ്റാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അവർക്ക് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയിലെ ഉത്കണ്ഠയാണ് കൊടുക്കേണ്ടത്. അതായത് എന്താണ് ഈ ഒരു ജോലി എന്നുള്ളത് ഹിന്റുകൾ മാത്രമാണ് നമ്മൾക്ക് അവരിലേക്ക് എത്തിക്കാൻ പാടുള്ളൂ. പൂർണ്ണമായിട്ടും നമുക്ക് എന്താണ് അവരോട് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല. കാരണം എന്താണ്, കാരണം അതിന്റെ ഇൻട്രസ്റ്റ് അവര് കുറഞ്ഞു പോകുന്നുള്ളതാണ്. കാരണം അവർക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ഫിജിക്കലിനെ കുറിച്ച് അറിയുന്നവരായിരിക്കും അല്ലെ, കേട്ട് ഇതിൽ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കട്ടെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടും ഇത്ര രൂപ അവിടെ ചെലവാക്കണം എന്ന് പറഞ്ഞു പോയി വെച്ചാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അവർ കോള് തന്നെ എടുക്കില്ല അല്ലെ. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ കമ്പനിയെ കുറിച്ച് ഒരു ഇൻട്രോ മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്താണ് നേരിട്ട് പോയിട്ട് സംസാരിക്കുക, അതും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ BOPകളിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് ലിസൺ മോർ, അതായത് പഠിക്കാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തേണ്ടത് അല്ലെ. എങ്കിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു SR ആയിരിക്കെ ഞാൻ എല്ലാം പറയായിരുന്നു, അതായത് ഈ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ ജോയിൻ ചെയ്യണം, ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം, ഇതാണ് നമ്മുടെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് ഓരോ രീതികളുണ്ട് അല്ലെ സംസാരിക്കാനായിട്ട്.
അത് മാത്രമാണ് നമ്മൾ, അതായത് ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ നല്ലൊരു ബിസിനസ് അവസരമുണ്ട്. ഇതിൽ ഇത്രയും വരുമാനങ്ങളുണ്ട്. വരുമാനത്തിനെ കുറിച്ച് ഒന്നും നിങ്ങൾ അപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. കാരണം മൊബൈൽ ഫോണിലൂടെ സംഭാഷണം എന്ന് പറയുന്ന സമയത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അല്ലെ സാധിക്കില്ല എന്നുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് സംസാരിക്കുക. അപ്പൊ എപ്പോഴും അവരെ എന്ത് ചെയ്യണം? ക്യൂരിയോസിറ്റിയിൽ നിർത്തണം. ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തോരം പേരെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഇതെന്റെ ഒരു പാർട്ട്ണറും കൂടെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. അതായത് അവരെവിടെയാണ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ ഒരു സ്റ്റോപ്പ് മുന്നേ അവരെ എന്ത് ചെയ്യുക, 1-2 സ്റ്റോപ്പ് മുന്നേ മാത്രം അവരുമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് ചർച്ച ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് വീട്ടമ്മമാർക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഇതിൽ ഇത്ര തരം വരുമാനം ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ആ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കണം കേട്ടോ, അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിരിക്കണം. അപ്പൊ അവര് എന്താണ്, അവരിൽ നിന്ന് മൊബൈൽ നമ്പർ നമ്മൾ ആദ്യമേ വാങ്ങിച്ചിരിക്കണം അല്ലെ. അപ്പൊ വേഗം എന്ത് ചെയ്യണം, അവർ ഇറങ്ങുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ്, മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ല അല്ലെ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അവരെ വിളിച്ച് നേരിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കാം. കാരണം മൊബൈൽ ഫോണിലൂടെ സംസാരിച്ച എന്താണ്, ആ ഒരു എന്താ പറയുക, ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടോക്ക് ലെസ്. ഓക്കെ, കുറച്ച് മാത്രം സംസാരിക്കാനായിട്ട് പഠിക്കുക, പക്ഷെ വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുകയും വേണം. ഓക്കെ, അപ്പൊ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ലിസൺ മോർ അല്ലെ, കൂടുതലായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത എക്സസൈസ് അല്ലെ. അയ്യോ, എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ബീന മാഡം സെയിൽസ് കൂട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ജോലി ആയിക്കോട്ടെ, നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് അല്ലെ. അതായത് ആത്മവിശ്വാസമാണ്. നമുക്ക് ഇവിടെ വിജയിക്കാനായിട്ട് കഴിയും. ഇപ്പം വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ജെൻസിനെ പറഞ്ഞില്ല, കാരണം അവര് എന്താണ് വർക്കിന് പോകുന്നവരാണ്, അവരുടെ മൈൻഡ് സെറ്റ് തന്നെ വേറെയാണ്. പക്ഷെ വീട്ടമ്മമാരെ സംബന്ധിച്ച് എന്താണ്, അവരുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ ഹസ്ബൻഡ്, ആ ഒരു കിച്ചൺ അല്ലെ. ആ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഈ ഒരു വർക്കിന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷമുള്ള ഒരു മനസ്സാണ് അല്ലെ, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, കുഞ്ഞ് എക്സസൈസ് ഒക്കെ നമ്മൾ രാവിലെ എണീച്ച് അല്ലെ, സാധാരണ എണീക്കുന്നതിൽ നിന്നും ഒരു അരമണിക്കൂർ മുന്നേ എണീച്ച് നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക. കാരണം അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എനർജിയും സന്തോഷവും ഒക്കെയാണ്. ഇപ്പൊ യോഗ ചെയ്യുന്നവർ അല്ലെങ്കിൽ വാമപ്പ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ എണീക്കുന്നതേ 7 മണി ആവുമ്പോഴാണ് നമുക്ക് തിരക്കാവുന്നത്. കുറച്ചൊന്ന് നേരത്തെ ഒന്ന് എണീറ്റ് നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയാവുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ, നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ചെയ്യുന്നത് കൊണ്ടാട്ടോ, എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾക്ക് ബിസിനസ് ചെയ്യാനും കൂടുതൽ എന്താണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ആവും. അതായത് എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു അടുക്കള പണിയും അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം എല്ലാം ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോൾ എന്താണ്, നമുക്ക് ക്ഷീണമാണ് അല്ലെ, ഉറക്കം വരും, വിളിക്കാനുള്ള ടെൻഡൻസി, കോൾ ചെയ്യാനുള്ള ടെൻഡൻസി പോവും, ഫോളോ അപ്പ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. പക്ഷെ ഒരു എക്സസൈസ് ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. രാവിലെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അടുത്താണ് നോട്ട് അഫ്രൈഡ് ടു ഫെയിൽ അല്ലെ. അപ്പം നമുക്ക് വിജയിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ പരാജയപ്പെടണം അല്ലെ. പരാജയപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരുങ്ങുക എന്നുള്ളതാണ്. എന്നാലാണ് അതിലൂടെ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. ഒരിക്കലും പരാജയപ്പെടാനായിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ. ഏതൊരാളും വിജയിച്ചത് പരാജയത്തിലൂടെയാണ്. അപ്പൊ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാകുക. തുടക്കത്തിൽ നമുക്ക് സെയിൽ വരില്ല, നമ്മൾ കുറെ റിജക്ഷൻസ് വരും അല്ലെ, അല്ലെങ്കിൽ ഫോം അടക്കം ഫില്ല് ചെയ്തവരടക്കം ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറയും. നിങ്ങൾ തളരാൻ പാടില്ല. ചെയ്യുന്ന വർക്കുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, എങ്കിലാണ് നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. റിജക്ഷൻസ് നോ നോ എന്ന് ഒത്തിരി നോകൾ കേട്ടതിന് ശേഷമാണ് അവിടെ യെസ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 50ഉം 60ഉം പ്ലാന് കൊടുത്തതിന് ശേഷമാണ് അവിടെ ഒരു സെയിൽ ഓപ്പൺ നടന്നത് എന്നുള്ളത്. പക്ഷെ ആ ഒരു സെയിൽ ഓപ്പൺ നടന്നതിന് ശേഷം വീണ്ടും നമുക്ക് വരുന്ന റിജക്ഷൻസും നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് സാധിച്ചാൽ, ആ ഒരു ട്രാക്കിൽ കയറാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വിജയം തേടി വരും എന്നുള്ളതാണ്. അപ്പം വീണതിന് ശേഷമാണ് നമ്മൾ നടക്കാൻ പഠിച്ചത് അല്ലെ. അതേപോലെ തന്നെ
പരാജയങ്ങൾക്ക് ശേഷമാണ് നമുക്ക് വിജയം ഏറ്റുവാങ്ങാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഒരിക്കലും പരാജയപ്പെടാൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെ, നമ്മുടെ മൈൻഡ് അവിടെ ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു ബിസിനസ്സിൽ എന്താണ് ഏറ്റവും കൂടുതൽ, നമ്മൾ തുടക്കത്തിൽ ഒരുപാട് പരാജയങ്ങൾ നമുക്ക് വേണം അല്ലേ, എങ്കിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓ, ഞാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പരാജയത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരിക്കലും തോൽക്കാൻ മടിക്കരുത്. തോറ്റുകൊണ്ട് മുന്നോട്ട് പോയാലാണ് അവിടെ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, റിജക്ഷൻസ് വരുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഇനി ഒരു ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം എന്നെ കൊണ്ട് കഴിയില്ല. നമ്മൾ പറഞ്ഞതിൽ എന്താണ്, ഒത്തിരി റിജക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫ്യൂച്ചർ ബേസ്ഡ് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ഇവിടെ നിലനിന്നാലാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവിടെ നല്ല രീതിയിൽ സെയിൽ ഓപ്പൺ കൊണ്ടുവരാനും നമുക്കൊരു ടീമിനെ ഉളവാക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ഒരിക്കലും ഒരാളും പരാജയത്തെ ഭയക്കരുത്. അടുത്താണ് പോസിറ്റീവ് തിങ്കിങ് അല്ലെ. അപ്പൊ നമ്മൾ പരാജയം വരുമ്പോൾ എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ, അതായത് ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെ. എനിക്കുള്ളതാണ് ഇതിപ്പോ, ഞാൻ പറയട്ടെ, ഇപ്പൊ 2 വർഷം മുന്നേ കേട്ടോ, ഞാൻ ഈ ഒരു കൺസെപ്റ്റില് റീജോയിൻ, അതായത് വീണ്ടും വന്ന സമയത്ത് എന്നോട് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് ചോദിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ പോയി ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ എടുത്തു. പക്ഷെ അവര് ജോയിൻ ആയില്ല. പക്ഷെ ഞാൻ അത് പോസിറ്റീവ് ആയിട്ടാണ് എന്താണ് ചിന്തിച്ചിട്ടുള്ളൂ. കാരണം എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ അവര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമുള്ളതാണ് അല്ലെ. ഇപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം എന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെന്താണ് എന്റെ കൂടെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അതുവരെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അവരോട് ദേഷ്യം കാണിച്ചില്ല. കാരണം വിളിച്ചു വരുത്തി നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നാൽ ഇന്ന് കിട്ടിയത് എന്താണ്, അവര് നമ്മളെ ഇങ്ങോട്ട് തേടി വന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ അവിടെ നമ്മളെ ക്ഷമയോട് കൂടിയിട്ട് അല്ലെ, നമ്മുടെ മൈൻഡ് സെറ്റ് പവറാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു വെച്ചാൽ എന്താണ്, നമുക്ക് നല്ല വിജയങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവരൊക്കെ നമ്മുടെ കൂടെ നാളെ ജോയിൻ ചെയ്യും. അത്രയും മഹത്തായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ കൈകളിൽ കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഇവിടെ ഈ ഒരു പാതി വഴിയിൽ ഇട്ടേച്ച് പോവരുത്. കാരണം നിങ്ങളെ തേടിയിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങളാണ് അല്ലെ. എത്ര രൂപ ഒരു മാസം സമ്പാദിക്കണം എന്നടക്കം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണിത്. മറ്റേത് ജോലിയിലും അത് സാധ്യമല്ല അല്ലെ. മാസം ഒരു ഫിക്സഡ് സാലറി മാത്രമാണ് കിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു മാസം നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ഒരു മാസം 10,000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കും. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ പരിശ്രമിച്ചു അല്ലെ. ഈ ഒരു മാസം നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് 1,00,000 രൂപയിൽ വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചാലുണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് അത് കഴിയും. പ്രയത്നത്തിലെ കൂടെ തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പൊ എന്നും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് തിങ്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് നമ്മൾ എന്ത് നെഗറ്റീവ്സ് കേട്ടോട്ടെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അല്ലെ, അവർക്ക് നമ്മൾ എന്താണ് ചെയ്യുക, റിപ്ലൈ കൊടുക്കുക, ഒരു സ്മൈലി മാത്രമാണ്. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഈ ഒരു ജോലി അല്ലെ, നിനക്ക് ഈ ഒരു ജോലിയൊന്നും ശരിയാവില്ല, ബാങ്കിങ് മേഖലയല്ലേ, വീണ്ടും ട്രൈ ചെയ്തോടെ, അല്ലെങ്കിൽ ആ ജോലിക്ക് തന്നെ അല്ലെ റിസൈൻ ആ ജോലിക്ക് തന്നെ തിരിച്ചു പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഈ ഒരു ബിസിനസ്സില് പവറോട് കൂടിയിട്ട് അല്ലെ, മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്ത് പിടിച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരുപാട് അവസരങ്ങളാണ് എന്റെ കൈകളിൽ കിട്ടിയിരിക്കുന്നത് അല്ലെ. ഒത്തിരി ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെന്റുകളിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത്, നമ്മൾ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ എന്താണ് നമുക്കത് സാധ്യമാവും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു പാർട്ട്ണർ ആയിരിക്കാൻ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവ് തിങ്ക് ആയിട്ട്, അതായത് നല്ല രീതിയിൽ എന്താണ് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ കൊണ്ടുവന്ന്, ഈ 10 പോയിന്റ്സ് ആണ് നമ്മളിൽ കൊണ്ടുവന്നു വെച്ചാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ, നമുക്ക് സെയിൽസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ സെയിൽസ് കൂട്ടാനായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം എന്താണ്, നമ്മളിലാണ് ഇത്രയും കാര്യങ്ങളിൽ മാറ്റങ്ങൾ നമ്മൾ
കൊണ്ടുവരേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ കൂട്ടത്തില്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ നമ്മളൊരു ഹൗസ് മീറ്റിങ്ങിന് പോകുവാണ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? അതായത് നമ്മുടെ കയ്യിൽ ടാഗ് വേണം അല്ലെ, അത് നമ്മുടെ കഴുത്തിൽ വേണം, ഡയറി വേണം, കമ്പൽസറി ആയിട്ട് വേണം, അതേപോലെ തന്നെ നമ്മുടെ പ്ലാൻ ബുക്കും വേണം. ഇതൊന്നും ഇല്ലാതെ പോകുന്ന കുറേ പേരുണ്ട്. അതായത് ലീഡറെ വിളിക്കും, മാം ഇന്ന പോലെ ഇന്ന സ്ഥലത്താണ് നമുക്കിങ്ങനെ ഹൗസ് മീറ്റിംഗ് ഉള്ളത്. യഥാർത്ഥത്തിൽ അവിടെ നമ്മുടെ ലീഡറിനെയോ അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ കൂടെ വരുന്ന ആൾക്കാരെയോ ഒരിക്കലും ആ എൻക്വയറി വന്നുള്ള ആ ഒരു പേഴ്സൺ നോക്കില്ല, നമ്മളെയാണ് അവിടെ നോക്കിക്കാണുക. അപ്പൊ ഇതിന് എന്താ പറയാ, വലിയ ഒരു തെറ്റ് പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. കാരണം അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റില് ഞാൻ റീജോയിൻ ആയ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു. ഇങ്ങനെ ഇന്ന പോലെ ഈ ഒരു ടീച്ചറെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ടീച്ചറെ കാണാനായിട്ട് ഞാൻ ലീഡറെ വിളിച്ചു. പക്ഷെ എൻ്റെ ഡ്രസ്സ് എന്താന്ന് പോലും ഞാനപ്പൊ ചിന്തിക്കാതെ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വണ്ടി എടുത്ത് പോയി എന്നുള്ളതാണ്. അപ്പൊ എന്നെ കണ്ട പാടെ ലീഡർ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത് എന്താ ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ അവിടെ ചിന്തിച്ചു, മാം എനിക്ക് പറഞ്ഞു തന്നപ്പോ ഞാൻ അവിടെ ചിന്തിച്ചു, ഇപ്പൊ ഞാനൊരു ടീച്ചറായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് പോവുകയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ പോവില്ല അല്ലെ. നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബാഗ് അടക്കം നമ്മൾ എന്താണ് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട പോലെയുള്ള അല്ലെങ്കിൽ വർക്കിംഗ് ബാഗ് ആയിട്ട് നമ്മൾ പോവുക. ഞാനന്ന് അങ്ങനെയല്ല പോയത്. തീർച്ചയായിട്ടും അതെന്റെ ഏറ്റവും വലിയൊരു ഫെയിലിയർ ആണ് അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ അത് ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തെറ്റുകൾ തിരുത്തി ഇന്ന് ഞാൻ എന്താണ് BOP ഹാളിൽ അടക്കാൻ പോകുമ്പോൾ എന്റെ കയ്യിൽ എന്തുണ്ടാവും, ഒരു ഫയലില് പ്ലാൻ ബുക്ക്, ഫോം ബുക്ക്, അതുപോലെ ഡയറി, ഒരു പെന്ന്, കഴുത്തിൽ എന്തുണ്ടാവും, ടാഗ് ഉണ്ടാവും. കാരണം ഇത് ഉണ്ടെങ്കിൽ എന്താണ്, ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരും, ഇതൊക്കെ നമുക്ക് സെയില് കൂട്ടാൻ ഉപകരിക്കും. അപ്പൊ ഇന്ന് എന്റെ മാറ്റം കണ്ടുകൊണ്ടാണ് ആ മാം തിരിച്ച് എന്നെ വിളിച്ച് എന്റെ കൂടെ ജോയിൻ ചെയ്തത് അല്ലെ. ഞാൻ മാറാൻ തയ്യാറായി എന്നുള്ളതാണ്, എന്റെ തെറ്റുകൾ തിരുത്താൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ BOPക്ക് വരുന്ന കുറേ പാർട്ട്നേഴ്സിനെ ശ്രദ്ധിക്കാറുണ്ട്, ചെറിയൊരു ബാഗുമായിട്ട് വരില്ലേ, അതിലെന്താണ് നിങ്ങളുടെ മേക്കപ്പ് സെറ്റുകളും, അല്ലെങ്കിൽ അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ, മൊബൈൽ ഫോണും മാത്രം ഉണ്ടാവും. അങ്ങനെയല്ല, നമ്മളൊരു ബിസിനസ് വുമൺ ആണ്, ഈ ഒരു കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ കൈകളിൽ നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഈവൻ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ അവർക്ക്, ഇന്നൊക്കെയാണെന്നുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിലായിക്കോട്ടെ, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടാഗ് കണ്ടാൽ തന്നെ എന്താണ്, മാം എന്തിലാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എൻക്വയറീസ് നമുക്ക് വരും, നമ്മളോട് ചോദിക്കും എന്നുള്ളതാണ്. അപ്പൊ നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ കേട്ടോ നമ്മൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്താണ് ഫോക്കസ് ഫിസിക്കൽ വർക്ക്. അപ്പോൾ ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആവുന്ന വരെ സത്യത്തിൽ ഞാൻ വളരെ കുറച്ച് ഫിസിക്കൽ വർക്ക് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളരെ വിരളിൽ എണ്ണാവുന്ന വർക്ക് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. എന്താ പറയാ, ഞാൻ കൂടുതലായിട്ടും ഡിജിറ്റലി ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയതിനു ശേഷമാണ് അത്യാവശ്യം ഒന്ന് പുറം ലോകമൊക്കെ ഒന്ന് കാണാനായിട്ട് കഴിഞ്ഞത്. കാരണം ചെറിയ കുട്ടിയായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും ഡിജിറ്റലി ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ പറയാ, കൂടുതലായിട്ടും ഫിസിക്കൽ വർക്കാണ് എടുക്കുക. അപ്പൊ ഫിസിക്കൽ വർക്കിന് പോവാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും അത് ചെയ്യുക. ഓക്കെ, അത് അങ്ങനെ പോവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ വർക്ക് അവരെ പോയി കാണാൻ നിങ്ങൾ തയ്യാറാവുക. കാരണം എന്തറിയോ, നമ്മുടെ സെയിൽസ് ഏറ്റവും കൂടുതൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഫിസിക്കൽ വർക്കിലൂടെയാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയെ 2 or 3 പ്രാവശ്യം നമ്മൾ പോയി കാണേണ്ടി വരും അല്ലെ. ആ ഒരു വ്യക്തിയിലൂടെ ഒരുപക്ഷെ ഒത്തിരി പാർട്ട്നേഴ്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കാം അല്ലെ, കഴിവുകളുള്ള പാർട്ട്നേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ആ ഒരു പാർട്ട്ണർക്ക് ആ ഒരു കാര്യമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ ഒരു ലാഗ് വരുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് എടുക്കാൻ തയ്യാറാവുക, അവരെ പോയി കാണാനായിട്ട് തയ്യാറാവുക. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സെയിൽസ് കൂട്ടാൻ ഏറ്റവും നല്ല മാർഗം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും ഫിസിക്കൽ വർക്ക് എടുക്കാനായിട്ട് തയ്യാറാവുക. കാരണം എന്തറിയോ, ഫിസിക്കൽ വർക്ക് എടുക്കുമ്പോൾ നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. മനസ്സിലായോ, അവരുടെ സിറ്റുവേഷൻസ് എന്താണ്, അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അവരുടെ ഫാമിലി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പോയാലാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ എടുക്കുക.
ഇപ്പൊ നമ്മളൊരു കുടുംബത്തിൽ പോകണം, അവർ ഇത്രയും ബാധ്യതയുള്ളവരാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാത്ത ഇപ്പൊ കുറേ അനുഭവം കൊണ്ട് പറയാണ് കേട്ടോ, ഹസ്ബൻഡ് ഇല്ലാത്ത അമ്മ അല്ലെങ്കിൽ ചേച്ചിമാര് കുട്ടികളെ നോക്കുന്ന ബുദ്ധിമുട്ടി, നമ്മൾ അതൊക്കെ അവരെ ഒരു ടേണിംഗ് പോയിന്റ് എടുക്കും. അപ്പൊ നമ്മൾ ചിലപ്പോ എന്താണ് അവരുടെ വീക്ക്നെസ്സിലാണ് നമ്മൾ അവിടെ പിടിക്കേണ്ടത്, ഒരിക്കലും നമ്മളെ പെടുത്താനില്ല, അവരെ എന്താണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഈ ഒരു ഫിസിക്കൽ വർക്കിലൂടെ കൂടുതലായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഫോളോ അപ്പ് അല്ലെ. അപ്പൊ ഈ ഒരു ജോലിയുടെ നെടുന്തൂണാണ് അല്ലെ, നട്ടെല്ലാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പ്ലാന് കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്ത് സെയിൽ ഓപ്പൺ ചെയ്യണം. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചില വ്യക്തികളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവരെ വിളിക്കുകയില്ല. ഇന്ന് വിളിച്ചു പിന്നെ അടുത്ത ആഴ്ച വിളിക്കുള്ളൂ അല്ലെ. ഒന്നില്ലെങ്കിൽ ഇതേ ജോലി അവസരം മറ്റൊരാളിലൂടെ അവരെ ഏറ്റെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കുറെ പേര് അവരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ചൂടാറുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് സെയിൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ ഒരു ഫോളോ അപ്പ് നമ്മൾ കൃത്യമായിട്ട് ചെയ്താലാണ് നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ആദ്യത്തെ ആ ഒരു എൻക്വയറീസിൽ തുടങ്ങി വിജയം കണ്ടെത്തുന്നത് വരെയുള്ള ഒരു പാലമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് മിക്ക സെയിൽ ഓപ്പണും നടക്കാതെ വരുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായി വെച്ചാൽ എന്താണ് നിങ്ങളുടെ റാങ്കുകൾ മാറി മറിയും എന്നുള്ളതാണ്. പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് സെയിൽ ഓപ്പൺ നടക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബോച്ചെ പറഞ്ഞതുപോലത്തെ മരണം വരെ എന്ത് ചെയ്യുക, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടല്ലേ എനിക്ക് ഈ ഒരു 2 വർഷത്തിന് ശേഷവും ആ ഒരു മാം എന്റെ കൂടെ ജോയിൻ ചെയ്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച്, അതായത് അവര് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച് അവരോട് സംസാരിച്ചിട്ടേ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കറിയാം അവർ എന്റെ മാറ്റങ്ങൾ കണ്ട് തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ളത്. ഇന്ന് ഒരു മടിയും കൂടാതെ അവർ ഇങ്ങോട്ട് ചോദിച്ചു എന്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ ക്ഷമയോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസ് ഒക്കെ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്കൊന്ന് ചാറ്റ് ചെയ്യുക അല്ലെ, നല്ല റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യുക. അതിലൂടെ എന്താണ് നമുക്ക് ആ സെയിൽ ഓപ്പൺ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഇപ്പൊ അവര് ജോയിൻ ചെയ്തു, അവരിലൂടെ എന്താണ് 2 പേര് ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ആയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫോളോ അപ്പിന്റെ ഗുണം അത്രത്തോളം ആണ്. അപ്പൊ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഈ ഫോളോ അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം. കണ്ടോ, പ്ലാൻ ബുക്കും പേനയും അന്നന്ന് ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കേണ്ട വർക്ക് ബുക്ക് അല്ലെ എന്റെ കയ്യിൽ എന്നും വേണം എന്നുള്ളത്. നിങ്ങളുടെ കൈകളിൽ അത് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നും എന്ത് ചെയ്യുക, നാളെ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആരെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എങ്കിലേ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഓരോ നിമിഷത്തിലും നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത് ഒത്തിരി കാര്യങ്ങളാണ്, നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഒരുപക്ഷെ ജോയിൻ ചെയ്യാൻ എന്ന വ്യക്തിയെ നമ്മൾ എന്താണ് വിളിക്കാൻ തന്നെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അത് നോട്ട് ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങളുടെ കൈകളിൽ എന്ത് വേണം, അത് നോട്ട് ചെയ്ത് വെക്കാൻ ഒരു ഡയറിയും പെന്നും നിർബന്ധമായിട്ടും വർക്ക് ബുക്ക് നിർബന്ധമായിട്ടും വേണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം, വർക്ക് ബുക്കിൽ ആദ്യം പ്ലാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ കോണ്ടാക്ട് എഴുതി വെക്കും അല്ലെ. തീർച്ചയായിട്ടും അത് ചെയ്യണം. അതായത് നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട്, നാളെ അവരെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെച്ചുകൊണ്ട് വിളിക്കണം അല്ലെ. വിളിക്കണം, അത് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം അല്ലെ. അപ്പൊ കൂടുതൽ എന്താണ് ഇങ്ങനെ ഫോം ഫില്ലപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തവരെ നമ്മൾ ആദ്യം വിളിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഒരാളെ വിളിച്ചു, അവര് ഫോൺ എടുത്തില്ല അല്ലെ. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പിറ്റേ ദിവസം വിളിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വർക്കിന് പോകുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നോക്കണം. ചിലപ്പോൾ മേ ബി അവരെ അപ്പോഴായിരിക്കാം കിട്ടുക. ഒരിക്കലും അത് നിങ്ങളുടെ ഒരു എന്താണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഇരിക്കരുത്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് അറിയാത്ത വ്യക്തികളായിരിക്കാം അല്ലെ. ഒരു പക്ഷെ ഒരു പാർട്ട് ടൈം ഇൻകം ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെയും നമ്മൾ കളയരുത്. നമ്മൾ എന്ത് ചെയ്യണം, പ്ലാന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേര് നമ്മുടെ വർക്ക് ബുക്കിൽ നിർബന്ധമായിട്ടും തലേ ദിവസം എഴുതി വെക്കുക. എഴുതി വെച്ചതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, മൈൻഡ് സെറ്റ് ഈസ് എവരിതിങ്. സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് വിജയിക്കണം എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് എവിടെയും, അതായത് എന്താണ്, അതിൽ നിന്നും നമ്മൾ മാറിപ്പോവരുത്. അപ്പൊ നമ്മൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹിച്ചു വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പരാജയത്തിൽ നിന്ന് തുടങ്ങുക.
തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഗുഡ് ലിസണർ. അപ്പം നമുക്ക് എന്ന് ഓർമ്മകൾ അല്ലെ, ഓർമ്മ എന്ന് പറയുന്നത് വളരെ കുറവുള്ള കുറേ, ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞു വെച്ചാൽ എനിക്ക് തീരെ ഓർമ്മശക്തി ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താണ്, പഠിക്കാൻ തയ്യാറായി, വായിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നമ്മുടെ ഓർമ്മശക്തിയെ കൂട്ടാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് വായന. ഓക്കെ, അത് എല്ലാ ബുക്കുകളും അല്ല, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ബുക്കുകൾ വായിക്കുക. അപ്പൊ എന്താണ്, നമുക്ക് കുറെ ക്ഷമ കിട്ടും അല്ലെ. ഇപ്പൊ നമ്മളൊരു എൻക്വയറീസിന്റെ അടുത്ത് പോകുന്ന സമയത്ത് അവര് പറയുന്നതിന് മുന്നേ ഇടയിൽ കയറി സംസാരിക്കരുത് അല്ലെ. കുറെ പേര് അങ്ങനെ ഉണ്ട് കേട്ടോ, അവര് സംസാരിക്കാൻ അനുവദിക്കാതെ. പക്ഷെ നമ്മൾ എന്താണ്, അവരെ കാണാൻ നമ്മൾ പഠിക്കണം. അതായത് അവരെന്താണ് പറയുന്നത്, എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ബിസിനസിനെ കുറിച്ച് അവർ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നല്ലൊരു ലിസണർ ആയിട്ട് കേൾക്കാൻ തയ്യാറാവണം. അതിന് നമുക്ക് ആദ്യമേ വേണ്ടത് സ്വയം പരിജ്ഞാനവും ക്ഷമയാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു വായനയിലൂടെ ഉണ്ടാവും. റീഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാവും. ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അതൊക്കെ ഒന്ന് വാങ്ങിച്ച് റീഡ് ചെയ്ത് നോക്കൂ, ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ല നല്ല എന്താ പറയാ സ്റ്റോറികൾ ഉണ്ടാവും അല്ലെ, നമ്മുടെ മൈൻഡ് സെറ്റ് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഊട്ടി ഉറപ്പിക്കുന്ന നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വെറുതെ റീൽസും എന്താ പറയാ ഗോസിപ്പുകളും കണ്ടിരിക്കാതെ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു ലിസണർ ആവുക അല്ലെ. അതിപ്പോ എൻക്വയറീസിന്റെ ആയിക്കോട്ടെ, നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ആയിക്കോട്ടെ, അവരുടെ കൂടെ നിന്നുകൊണ്ട് നല്ലൊരു ലിസണർ ആയിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുക. നെവർ ഗീവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ് അല്ലെ. സ്വപ്നങ്ങൾ എന്താണോ നിങ്ങൾ കണ്ടത് നേടുന്നത് വരെ ഉപേക്ഷിക്കരുത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരാജയങ്ങൾ എത്രയുണ്ടെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച് പോകരുത്. കാരണം ഞാൻ ഒന്ന് മാറി നിന്നത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് എനിക്ക് എന്താണ് വലിയ ഇന്ന് ഭയങ്കര വിഷമമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അത്രയും നാളുകൾ ഞാൻ എന്തിനാണ് മാറി നിന്നതെന്നുള്ളത്. ഒരുപാട് ഒരുപാട് അച്ചീവ്മെന്റ്സ് ആണ് എനിക്ക് ഈ ഒരു കൺസെപ്റ്റ് തന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുന്നത് വരെ ഒരിക്കലും ഇവിടെ നിന്ന് പോവാതിരിക്കുക എന്നുള്ളതാണ്. ഭാവിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ, ഒരു ബിസിനസ് എന്റെ കുടുംബത്തിന് വേണ്ടിയും എന്റെ കൂടെ വന്നവരിലേക്ക് വരുമാനം എത്തിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിൽ വിജയിക്കാൻ സാധിക്കും. ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാണ് അല്ലെ നിൽക്കുന്നത്. അപ്പോ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും ഇമ്പവും ഉള്ളതാണ് ഫിജി കാർഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ നിലനിൽക്കാൻ ഒത്തിരി പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്, അവര് നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ അവര് നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട് അല്ലെ, പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, യഥാർത്ഥത്തിൽ അവർ പൈസ തരുന്നതോടൊപ്പം അവരുടെ ആഗ്രഹങ്ങളും കൂടെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ കൂടെ നിൽക്കുക. അവർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവർ നിങ്ങളെ വിട്ട് ഒരിക്കലും പോവില്ല. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെ, നമുക്ക് സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. എത്രത്തോളം നിങ്ങളിലേക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ ഒരു 155 പേരും അത് ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കുറേ പേര് കേട്ടോ ക്യാമറ ഓൺ ചെയ്ത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. പരിചയമുള്ള മുഖങ്ങളുണ്ട്, പരിചയം ഇല്ലാത്ത മുഖങ്ങളുണ്ട്, യോടുകൂടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്. കാരണം ഇതൊക്കെ ഒരു സ്നേഹമാണ് അല്ലെ. നമ്മുടെ ഫിജി കാർഡ് ഫാമിലിയിൽ മാത്രമുള്ള വലിയൊരു കാര്യമാണ്. കാരണം എവിടെ എവിടെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഉള്ളവരാണ്, പക്ഷെ ആളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, സന്തോഷത്തോടെയും സ്നേഹത്തോടു കൂടിയും പുഞ്ചിരിയോടു കൂടി ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റില് ഞാൻ വന്നതിന് ശേഷം കുറച്ച് നാളുകൾ മാറി നിന്നു, പക്ഷെ എങ്കിലും കൺസെപ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്റെ കൂട്ടുകാരിയായിട്ടുള്ള രജിത രാജി മാമും അതേപോലെ തന്നെ റംലത്ത് മാമുമാണ്. അവരോട് എഗെയിൻ നന്ദി പറയാണ്. കാരണം ഒത്തിരി യാത്രകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഞാനൊക്കെ ഉണ്ടല്ലോ, എന്റെ അച്ഛനൊക്കെ എന്നെ വല്ല വീട്ടിലൊക്കെ ഇങ്ങനെ അടച്ചിട്ട് വളർത്തിയിട്ടുള്ള ഒരു ഇതാണ്. അത് എന്തുകൊണ്ടാ അറിയില്ല, സ്നേഹം കൂടുതൽ കൊണ്ടാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ അച്ഛനെയാണ്. പക്ഷെ ഇന്ന് അച്ഛൻ എന്റെ കൂടെ ഇല്ല. അച്ഛൻ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ നിഴല് തന്നെ പോയി എന്നാണ് പറയുന്നത്.
അപ്പൊ എന്താ പറയാ, ഒരുപാട് കൂടെ നടന്ന് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടുള്ള ഒരാളായിരുന്നു അച്ഛൻ. അപ്പൊ ഫിജി കാർഡിൽ വന്നതിന് ശേഷം ഒത്തിരി ഒത്തിരി യാത്രകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. നേഴ്സിനെയും കൊണ്ട് പോവാനായിട്ട് കഴിഞ്ഞു. കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ഷിപ്പ് യാത്ര കഴിഞ്ഞു വന്നു. ഇനി ഒരു ഫ്ലൈറ്റ് അല്ലെ, ഇനി ഒരു പറക്കാനും കൂടെ പോവുകയാണ്. എല്ലാം ഫിജി കാർഡ് തന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ് എനിക്ക്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് എന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ, ഇപ്പൊ ഞാൻ വിഷമിക്കുകയാണ്, ഇത്രയും ദിവസങ്ങൾ ഞാൻ എന്തിനാ മാറി നിന്നത് പറഞ്ഞ്. എന്തോരം ആൾക്കാരെയാണ് നമുക്ക് സ്നേഹത്തോടെ അല്ലെ അവരെ എന്താ പറയാ, ഒത്തിരി കൂട്ടര് അല്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അവരുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് ചെറുതല്ല. ആരൊക്കെയോ നമ്മുടെ കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ പോലും നമ്മുടെ കൂടെ നിൽക്കാൻ ഒത്തിരി പേരെ നമുക്ക് കിട്ടി. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ട് ഇവിടെ കാണാൻ ശ്രമിച്ചു വെച്ച ഇതിൽ പരം ഒരു സന്തോഷം അല്ലെ, ഹാപ്പിനെസ് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്റെ കൈ പിടിച്ച് ഇന്നും എന്റെ കൈകളിൽ മുറുകെ മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന എന്റെ പാർട്ട്നേഴ്സിനോടും എന്റെ ലീഡേഴ്സിനോടും നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഒരു കുഞ്ഞു സ്റ്റോറിയും കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ രണ്ട് കൂട്ടുകാരും കൂടെ ഒരു യാത്ര പോവുകയാണ്. ആ ട്രിപ്പ് പോകുന്ന സമയത്ത് നല്ല ഉറ്റ ഫ്രണ്ട്സ് ആണ്. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് രണ്ടുപേരും ഭയങ്കര വഴക്കായി. അതിലൊരാൾ മറ്റേ കൂട്ടുകാരനെ തല്ലി. അപ്പൊ ഈ തല്ല് കൊണ്ട ആൾ എന്ത് ചെയ്തു, മണലില് എഴുതി വെച്ചു, എന്റെ കൂട്ടുകാരൻ എന്നെ ഇവിടെ വെച്ച് തല്ലി എന്ന് എഴുതി ആ മണലില് ല്ലേ. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടർന്നു. പിണക്കമൊക്കെ മാറി. പെട്ടെന്ന് എന്താണ്, ആ ഒരു തോണി മറയുകയാണ്. അങ്ങനെ ആ ഒരു വെള്ളത്തിൽ വീണ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ തല്ലിയ അതേ കൂട്ടുകാരൻ അവനെ രക്ഷപ്പെടുത്തി. അപ്പൊ രക്ഷപ്പെടുത്തിയ സമയത്ത് ഈ രക്ഷപ്പെട്ട കല്ലില് വളരെയധികം പ്രയാസപ്പെട്ട് എന്റെ കൂട്ടുകാരൻ ഇവിടെ വെച്ച് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പം അപ്പൊ കൂടെയുള്ള കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ഞാൻ നിന്നെ തല്ലിയതും നീ എഴുതി, നിന്നെ രക്ഷിച്ചതും നീ എഴുതി, പക്ഷെ എന്തുകൊണ്ടാണ് ഒന്ന് മണലിലും ഒന്ന് കല്ലിലും നീ എഴുതിയത് എന്ന് ചോദിക്കണം. അപ്പൊ നമ്മൾ തമ്മിൽ വഴക്ക് കൂടും ല്ലേ, അതൊക്കെ മാഞ്ഞു പോവേണ്ടതാണ്. വഴക്കുകൾ സുഹൃത്തുക്കൾ തമ്മിൽ എന്നും ഉണ്ടാവും, പക്ഷെ അത് എപ്പോഴും നിലനിൽക്കാൻ പാടില്ല, മാഞ്ഞു പോണം. പക്ഷെ എന്നെ രക്ഷപ്പെടുത്തിയത് അത് ഒരിക്കലും മാഞ്ഞു പോവാൻ പാടില്ല. ഏത് കാറ്റിലും മഞ്ഞിലും മഴയിലും മായാത്തൊരു സുഹൃത്ത് ബന്ധമാണ് നമ്മൾ തമ്മിൽ വേണ്ടത് എന്നത്. അതേപോലെ തന്നെയാണ് പാർട്ട്നേഴ്സ് തമ്മിൽ നമുക്ക് പലതരത്തിലുള്ള സ്വരച്ചേർച്ച ഉണ്ടാവുക അല്ലെ. നമ്മുടെ ഹസ്ബൻഡുമായിട്ട് അങ്ങനെയില്ലേ, കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഉണ്ടാവും. അത് എത്ര നേരത്തേക്കാണ് അല്ലെ, അത് എന്നും മാഞ്ഞു പോണം. പക്ഷെ നമ്മുടെ കൂടെ അവര് വന്നത് അവരുടെ സ്വപ്നങ്ങളും കൊണ്ടാണ്, അവരുടെ ആഗ്രഹങ്ങളും കൊണ്ടാണ്. അതെന്നും മായാതെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അത് ഓരോ പാർട്ട്ണറും ശ്രദ്ധിക്കുക എന്ന വലിയൊരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് ബീന കൊക്കോ, സെയിൽസ് മാനേജർ ഓഫ് ഫ്രിഡ്ജിക്കാർഡ്.com. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രശോഭ്.